ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് 60ന്റെ നിറവിൽ സംഘടിപ്പിച്ച 7 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മടപ്പള്ളി കോളേജ് ഗ്രൗണ്ടിൽ സമാപിച്ചു. സമാപന സമ്മേളനം കെ രമ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മെയ് 11 മുതൽ ആരംഭിച്ച ഫുട്ബോൾ മാമാങ്കം ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളുടെ വീക്ഷണത്തിൽ ഇന്നലെ ഫൈനൽ മത്സരത്തോടുകൂടി സമാപിച്ചു. ശിവാത്മിക FCയും സ്കൂൾ ഓഫ് സോക്കർ മടപ്പള്ളിയും തമ്മിൽ ഏറ്റുമുട്ടി. സ്കൂൾ ഓഫ് സോക്കർ വിജയം കൈവരിച്ചു. ടൂർണമെന്റ് സമാപന സമ്മേളനം കെ രമ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ ഇത്രമാത്രം ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ ജനതയെ ഇങ്ങനെ വലിയൊരു ജനവ്യൂഹത്തെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം. അതിൽ എടുത്തു പറയേണ്ടത് യുവാക്കളാണ് ഏറ്റവും കൂടുതൽ, യുവതയാണ്, യുവതികളുമുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എന്നതാണ് നമ്മളെ അതിലേറെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം. ഈ കാലഘട്ടത്തിൽ മറ്റെല്ലാത്തിനോടും നോ പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ ലഹരിയാക്കി മാറ്റാൻ തീരുമാനിച്ച ഈ ജനതയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. ഇതിന് തുടർച്ചയുണ്ടാകുമെന്നുള്ളത് നമ്മളെയൊക്കെ ആവേശത്തിലാക്കുകയാണ്. ഒരു ഫുട്ബോൾ അക്കാദമി എന്ന സ്വപ്നം നിറവേറ്റാൻ ഈ ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ പിന്തുണയുണ്ടാകണം. അതിനൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുകയാണ്. ഏതായാലും ഈ ഫുട്ബോൾ ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ച ഒഞ്ചിയം ഭരണസമിതിയെയും അതിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റിനെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്താൽ എത്രമാത്രം നന്ദി പറഞ്ഞാലും പ്രശംസിച്ചാലും മതിയാവില്ല എന്ന് കൂടി തോന്നുകയാണ്. അതോടൊപ്പം ഇതിന്റെ പിന്നിലുള്ള ഈ സംഘാടകരെയും ഈ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇത്രയും മനോഹരമായ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ 8 ദിവസമായി ഇതേപോലെ ഉല്ലസിക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അത്രമാത്രം ഫുട്ബോൾ ലഹരി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നതാണ്. UM സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടുത്തെ 3 ആളുകൾ, ആ 3 പേര് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ 3 പേര്, ഒന്ന് മേന ലജീഷാണ്, ഒന്ന് KTC സുജിയാണ്, മറ്റൊന്ന് ബിജു രാഘവൻ എടപ്പയാണ്. ഇവര് 3 പേരും ഞങ്ങളോട് ചോദിക്കുകയും നമുക്ക് ഈ ഫുട്ബോൾ ടൂർണമെന്റ് അങ്ങേയറ്റം മനോഹരമായി നടത്തണം, അത് നമുക്ക് ലൈറ്റിൽ തന്നെ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പിന്നെ കാണുന്നത് കുമാർ മാഷെ പോലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ഈ മണ്ണിനകത്ത് ഫുട്ബോളിന്റെ മാസ്മരികമായ സൗന്ദര്യം ജയരാമേട്ടനെ പോലെയുള്ള അനേകം മനുഷ്യർ, അവരാണ് ഈ ഫുട്ബോളിനെ ഈ ഗ്രൗണ്ടിനകത്ത് വിജയിപ്പിച്ചത്. ഇതിന് തുടർച്ച വേണമെന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ആവേശകരമായിട്ടുള്ള ഈ ഫുട്ബോൾ മത്സരം സമാപിക്കുമ്പോൾ നമുക്കൊരു മനസ്സോടെ ഒറ്റക്കെട്ടായി പറയാൻ വേണ്ടി കഴിയണം, ഇതിന് തുടർച്ചയുണ്ടാവും എന്ന് മാത്രമല്ല ഈ കളത്തിൽ 100 കണക്കിന് കുട്ടികളെ ഒരു അക്കാദമിക് സെന്ററിലൂടെ വളർത്തിയെടുത്ത് തങ്ങളുടെ സിരകളിൽ ഫുട്ബോളിന്റെ മാന്ത്രികമായിട്ടുള്ള ആ ആവേശം കുത്തിനിറച്ചുകൊണ്ട് ആസുരമായ സാഹചര്യത്തിലെ ലഹരി എന്നത് കായിക ലഹരിയാക്കി മാറ്റും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. സുധീർ മഠത്തിൽ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ്, ജൌഹർ വെള്ളികുളങ്ങര, ചന്ദ്രി CK തുടങ്ങിയവർ സംസാരിച്ചു. രഞ്ജിത്ത് MP നന്ദി പറഞ്ഞു. ഫുട്ബോൾ ടൂർണമെന്റിന് നേതൃത്വം നൽകി സഹകരിച്ച മുഴുവൻ കമ്മിറ്റി ഭാരവാഹികൾക്കും മടപ്പള്ളിയിലെ ഫുട്ബോൾ പ്രേമികൾക്കും ഒപ്പം നിന്ന സുമനസ്സുകൾക്കും 1000 നന്ദിയും സ്നേഹവും അർപ്പിക്കുകയാണ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത്. മത്സരിച്ച ടീമുകൾക്കുള്ള ട്രോഫി MLA കൈമാറി. 60ാം വാർഷികത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 24, 25, 26 തീയതികളിൽ വാഗ്ബടാനന്ദ പാർക്കിൽ വയോജന കലോത്സവം, തൊഴിലുറപ്പ് കലോത്സവം, റെസിഡൻസ് അസോസിയേഷന്റെ വിവിധ തരം പരിപാടികൾ നടക്കുകയാണ്. വൈവിധ്യങ്ങളായ വികസന സ്വപ്നങ്ങൾക്ക് വിത്തുപാക്കി വിളവെടുക്കുന്ന ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ, പാർപ്പിട, പശ്ചാത്തല മേഖല ഉൾപ്പെടെ വൈവിധ്യങ്ങളും നൂതനാശയങ്ങളുമായി ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് വികസന കുതിപ്പിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജിത്തിനെ നാടിനു വേണ്ടി മടപ്പള്ളിയിലെ ഫുട്ബോൾ പ്രേമികൾക്കും നാട്ടുകാർക്കും വേണ്ടി കുമാരൻ മാസ്റ്റർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഗ്രൗണ്ടിൽ കർമ്മനിരതമായി പ്രവർത്തനം നടത്തിയ കുരുന്ന് ബോൾ ബോയ്സുകൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹാദരവും MLA കൈമാറി.
ജീവൻ രക്ഷാ പരിശീലന ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, മണ്ണ് പരിശോധന, കാർഷിക സെമിനാറുകൾ, നാടിനെ അറിയുന്ന കുട്ടിക്കാലം, നീന്തൽ പരിശീലനം ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭിന്നശേഷി, അംഗനവാടി, വയോജന കലോത്സവങ്ങൾ, ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആകാശക്കടൽ യാത്ര, ഇഫ്താർ സ്നേഹസംഗമവും, ഓണം പൂവിളിയും, ഒരുമിച്ച് തുഴയാം ക്ഷേമതീരം, കടലിന്റെ മക്കളുടെ സ്നേഹസംഗമവും എന്നിങ്ങനെ സർവ്വതല മേഖലയിലും വ്യത്യസ്തമായ പദ്ധതികൾ രൂപാന്തരപ്പെടുത്തി നടപ്പിലാക്കുകയാണ് പഞ്ചായത്ത്.